എല്ലാവർക്കും ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. ചിങ്ങം 1 മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് സമ്പന്ന യോഗമാണ്. ചിങ്ങമാസം മലയാളിക്ക് പുതുവർഷം കൂടിയാണ്. ചിങ്ങം 1 മുതൽ നേട്ടങ്ങളുണ്ടാകുന്ന ചില നക്ഷത്രങ്ങളുണ്ട്. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങളുമുണ്ട്. ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്ന് വിശദമായി നോക്കാം. ചിങ്ങമാസം നമുക്ക് ഓണമാസമാണ്. പുതിയ ആണ്ടുപിറവി കൂടിയാണ്. 2024 ചിങ്ങം 1 ഓഗസ്റ്റ് 17 ശനിയാഴ്ചയാണ്. ഈ മാസം മുതൽ ജ്യോതിഷപ്രകാരം ചില നാളുകാർക്ക് സമ്പൽ സമൃദ്ധിയും സമ്പന്നതയും സർവൈശ്വര്യവും ഫലമായി പറയുന്നു. ഈ നാളുകാർക്ക് ഈ മാസം ഏറെ ഗുണഫലങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. ഏതെല്ലാം നാളുകാർക്കാണ് ചിങ്ങം ഭാഗ്യാനുഭവവും സമ്പന്നതയും കൊണ്ടുവരുന്നതെന്ന് പറയാം. ഭരണി നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകും. സാമ്പത്തികമായി ഏറെ നേട്ടം ഈ നാളുകാർക്ക് വന്നു ചേരും. തൊഴിൽ കർമ്മരംഗത്തും ഏറെ ഉയർച്ചയുണ്ടാകും. അശ്വതി നക്ഷത്രക്കാർക്കും ഇത് ഏറെ നല്ല സമയമാണ്. ഇവർക്കും ധനധാന്യ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചയും ബലമായി പറയുന്നു. എല്ലാ രീതിയിലും നേട്ടമാണ്. സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. കാർത്തികയ്ക്കും ഭാഗ്യവും നേട്ടവും ഉണ്ടാകും. ഇവർ കീർത്തി നേടും. എല്ലാ രീതിയിലും ഈ നക്ഷത്രം ഉയർച്ച നേടും. രോഹിണിക്കും ഏറെ ഉയർച്ച നേടാനാകുന്ന സമയമാണിത്. അതീവ സമ്പന്നതയിലെത്താൻ പോകുന്ന സമയം. ആഗ്രഹ സാഫല്യം നേടാൻ പോകുന്നതിൻ്റെ സമയം കൂടിയാണിത്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ഇവരുടെ ഉയർച്ചയുടെ നാളുകളാണ് ചിങ്ങം മുതൽ വരുന്നത്. അടുത്തത് തിരുവോണമാണ്. ഈശ്വര അനുഗ്രഹത്താൽ ഇവർക്ക് ചിങ്ങമാസം മുതൽ ഉയർച്ച നേടാനാകും. ഇവർക്ക് ആഗ്രഹിക്കുന്നത് നടന്നു കിട്ടും. ഭാഗ്യവും ഏറെ ഉയർച്ചയും നേടാൻ സാധിക്കുന്ന ഒന്നാണിത്. പുണർദമാണ് അടുത്തത്. ഇവർ ആഗ്രഹിക്കുന്നത് നടന്നു കിട്ടും. അത്രയേറെ സൗഭാഗ്യസമ്പന്നമായ കാലമാണ് ഇവർക്കിത്. പൂയത്തിന് നേട്ടമാണ്. പൂയം നക്ഷത്രത്തിനും ഏറെ ഗുണകരമാണ് ചിങ്ങമാസം. ഇവർക്ക് ഏറെ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. ദോഷങ്ങളകന്ന് സൗഭാഗ്യസമ്പന്നതയുണ്ടാകും. ജോലി സാധ്യത, വിദേശത്ത് പോകാൻ ഭാഗ്യം എന്നിവയും ഉണ്ടാകും. ആയില്യം നക്ഷത്രത്തിനും ഏറെ ഗുണകരമാണ്. ഇവർക്ക് ചിങ്ങമാസം തുടങ്ങുമ്പോൾ ഏറെ നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു. മകം നക്ഷത്രത്തിനും ഭാഗ്യമാണ്. അത്തം അടുത്ത നക്ഷത്രമാണ്. ഇവർക്ക് ഏറെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. സൗഭാഗ്യവും സമ്പന്നതയും വരും. കർമ്മരംഗത്തും ഉയർച്ചയുണ്ടാകും. ചിത്ര നക്ഷത്രത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും. ആഗ്രഹ സാഫല്യമുണ്ടാകുന്ന കാലമാണ് ചിത്ര നക്ഷത്രത്തിനും. ആഗ്രഹ സാഫല്യമുണ്ടാകുന്ന കാലമാണ്. ചിത്ര നക്ഷത്രത്തിനും ഏറെ ഗുണകരമാണ്. ചിത്ര നക്ഷത്രത്തിനും ചിങ്ങം ഭാഗ്യം കൊണ്ടുവരുന്നു. ചോതി ഒരു നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. ചിങ്ങമാസം പിറക്കുമ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ആർക്കും പിടികൊടുക്കാത്ത ഉയർച്ചയിൽ എത്തുന്ന ധനം സമ്പാദിക്കാൻ സാധിക്കുന്ന നാളായി വരുന്നു ഇത്. അവിട്ട നക്ഷത്രത്തിനും ചിങ്ങമാസം തുടങ്ങുമ്പോൾ ഏറെ നല്ല കാര്യങ്ങൾ നടക്കുന്നു. വിചാരിച്ച കാര്യം നേടാൻ സാധിക്കും. മൂർത്തി ക്ഷേത്ര ദർശനം നടത്തണം. ഉത്രട്ടാതി നക്ഷത്രത്തിനും ഏറെ ഭാഗ്യമുണ്ടാകുന്ന സമയമാണ്. അവസാന നക്ഷത്രമായ രേവതിയും ഇതുപോലെ ചിങ്ങമാസം ഭാഗ്യം കൊണ്ടുവരുന്ന മാസമാണ്. സർവൈശ്വര്യവും ബലമായി പറയുന്നു. സമ്പൽ സമൃദ്ധിയും ആഗ്രഹ സാഫല്യവും ഈ നാളിനും ഫലമായി പറയുന്നു. ഈ നാളുകാർ അന്നപൂർണേശ്വരി ദേവിയെ തൃപ്തിപ്പെടുത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ്.